കൂട്ടുകാരെ, ഇന്നെന്തോ പറയുന്നു? എല്ലാവരും ചോറൊക്കെ കഴിച്ചോ? ഇന്ന് ഞാൻ നേരത്തെ വന്ന് കേട്ടോ. ഇന്ന് എൻ്റെ ജോലിയൊക്കെ നേരത്തെ തീർന്ന്. മോള് വീട്ടിലില്ലായിരുന്നു. മോള് അവിടെ ഭർത്താവിൻ്റെ അനിയൻ്റെ ഭാര്യയെ വിളിച്ചുകൊണ്ട് പോകുന്നു. അങ്ങനെ ഇന്ന് രാവിലെ 8:30 ബസ്സിന് പോയേക്കോ, ഇതുവരെ വന്നില്ല. ഇന്ന് തന്നെ ഇനിയും വരും. പിന്നെ ഞാൻ രാവിലെ എല്ലാവർക്കും അറിയാമല്ലോ, എല്ലായിടവും ഭയങ്കര മഴയൊക്കെ അല്ലേ. അങ്ങനെ ഞാൻ 2 ദിവസത്തെ തുണി ഉണ്ടായിരുന്നു കഴുകാൻ. നിങ്ങളവർക്ക് എപ്പോഴും ഇത് തന്നെ ഉള്ളോ പറയാനെന്ന്. എന്നാലും നമ്മുടെ വീട്ടിലെ കഥകൾ പറയണ്ടായോ. എല്ലാവർക്കും മിക്ക ആൾക്കാർക്കും അത് കേൾക്കാനൊരു സന്തോഷമല്ലേ. അങ്ങനെ ഇന്ന് 2 ദിവസത്തെ തുണി ഉണ്ടായിരുന്നു. അതെല്ലാം രാവിലെ വാരിയിട്ട് ആ മഴയത്തോടെ നിന്ന് കഴുകി. ആ മഴയും നനഞ്ഞ് നിന്ന് കഴുകി പെരയുടെ അപ്പുറം ഇപ്പുറമൊക്കെ ഇറമ്പിന് ആശ കെട്ടിയപ്പോൾ വള്ളി കെട്ടിയപ്പോൾ അതിലൊക്കെ വിരിച്ചിട്ട്, പിന്നെ അരി അടുപ്പിലിട്ടിട്ടാണ് ഞാൻ തുണി കഴുകാൻ പോയത്. തീയൊക്കെ കത്തിച്ച് അരി അടുപ്പിലിട്ടിട്ടാണ് പോയി. അപ്പോൾ അന്നേരം ചേട്ടൻ മാത്രം ഉള്ളായിരുന്നു ഇവിടെ. ചേട്ടൻ പിന്നെ ആ തീയൊക്കെ കൊണ്ട് നോക്കി കേട്ടോ. ഒന്നും അറിയത്തില്ല, വേവിക്കാനൊന്നും ഒന്നും അറിയത്തില്ല. എന്നാലും തീ നീക്കി വെച്ച്. അങ്ങനെ ഞാൻ തുണി കഴുകിയിട്ട് വന്നപ്പോഴത്തെ അരി വെന്ത് അരി അടച്ച്. പിന്നെ കൊച്ചുമോൻ ഇവിടെ ഉണ്ടായിരുന്നു. കൊച്ചുമോൻ പോയില്ലായിരുന്നു. കൊച്ചുമോൻ ട്യൂഷന് പോയായിരുന്നു. രാവിലെ പോയി 8 മണിക്ക് ട്യൂഷൻ തുടങ്ങി. 11 മണിയായപ്പം വന്ന് പിന്നെ രാവിലെ പുട്ടുണ്ടാക്കിയായിരുന്നു. പുട്ടും ഉണ്ടാക്കി. പഴവേ ഉള്ളായിരുന്നു കേട്ടോ, പുട്ടും പഴവും. പിന്നെ രാവിലെ കട്ടൻ വെള്ളമാണ് കേട്ടോ, ചായ ഒന്നുമല്ല. പിന്നെ അത് ഇരിപ്പും ഉണ്ടായിരുന്നു. അത് പിന്നെ മോൻ വന്ന് ഞാൻ ചോറ് വേണമെന്ന് ചോദിച്ചാൽ പറഞ്ഞ് ചോറ് വേണ്ടെന്ന് പറഞ്ഞ് പിന്നെ പുട്ട് കഴിച്ച്. പുട്ടും കട്ടൻ വെള്ളവും പഴമൊക്കെ ആയിട്ട് കഴിച്ചുകൊണ്ട് പോയി. കളിക്കാൻ പോയി, കൂട്ടുകാരുടെ കൂടെ കളിക്കാൻ പോയി. പന്ത് കളിക്കാൻ എങ്ങാണ്ട് പോയി. ഇപ്പം വരാമെന്നും പറഞ്ഞ് പോയി. ഞാൻ വഴക്ക് പറഞ്ഞ് മഴയത്ത് എവിടെ പോകുന്നെന്ന് ചോദിച്ചാൽ, അല്ല ഇപ്പം വരാമെന്നും പറഞ്ഞ് പോയി. അങ്ങനെ ചോറ് കൊച്ചുമോൻ കഴിച്ചില്ല. ചേട്ടനോട് ഞാൻ ചോദിച്ചു ചോറ് വേണമെന്ന് ചോദിച്ചു. ചേട്ടൻ ഇവിടെ കിടന്ന് ഉറങ്ങുന്നു. അങ്ങനെ ചേട്ടൻ ഈ പുട്ടൊക്കെ തിന്നുകൊണ്ട് ഇപ്പോഴേ വേണ്ടാന്ന് പറഞ്ഞു. അങ്ങനെ പിന്നെ ഞാൻ വീഡിയോ പിടിക്കാനായിട്ടാണ് ഒരുങ്ങിയത്. പിന്നീട് കൊടുക്കുക ചോറിപ്പം വേണ്ടെന്ന് പറഞ്ഞ് കിടന്ന് ഉറങ്ങുന്നു. പിന്നെ ഇന്ന് എൻ്റെ കറി എന്തോന്നറിയാം, നിങ്ങളെ കാണിച്ചതൊന്നുമില്ലല്ലോ. ഇന്ന് എൻ്റെ കറിയെന്ന് വെച്ചാൽ ഇന്നലത്തെ രസം ഉണ്ടായിരുന്നു. ഇന്നലത്തെ രസവും പിന്നെ തേങ്ങാ ചമ്മന്തി, ഇഞ്ചിയും കൊച്ചുള്ളിയും പുളിയെല്ലാം കൂടെ വെച്ച് അരച്ച ഈ തേങ്ങാ ചമ്മന്തിയും പിന്നെ കരുവാട പൊരിച്ച്. ഇതാ എൻ്റെ ഇന്നത്തെ ആഹാരം. നൂണിൻ്റെ കറികൾ. ആഹാരം എന്ന് വെച്ചാൽ കറികൾ ഇന്നത്തെ ഇതാണ്. അന്നേരം നിങ്ങൾ ആലോചിക്കുവേ, ഇവൾക്ക് എന്നും കരുവാടേ ഉള്ളൂ, ഇവള് പച്ചക്കറികളൊന്നും മേടിക്കത്തില്ലയോ എന്ന്. നമുക്ക് ഇവിടെ അടുത്ത് പച്ചക്കറികളൊന്നും മേടിക്കാനുള്ള കടയില്ല. പിന്നെ ഒരു അമ്മ കച്ചവടം ചെയ്യും. അത് എല്ലാ കച്ചവടവും ഉണ്ട്. അത് ഈ ശനിയാഴ്ചയൊക്കെ പോയി എടുത്തുകൊണ്ട് വന്ന് അത് 2 ദിവസം 3 ദിവസത്തേക്കൊക്കെ എടുത്തുകൊണ്ട് വരത്തുള്ളൂ. അതങ്ങ് തീരും. പിന്നെ നമ്മൾ പച്ചക്കറി മേടിക്കുന്നതെന്ന് വെച്ചാൽ ചേട്ടനോ മോളോ വിതിരയിലോട്ട് പോകുമ്പോഴേയും പച്ചക്കറി മേടിച്ചുകൊണ്ട് വരത്തുള്ളൂ. വല്ലപ്പോഴും. ഇപ്പം സ്ഥിരം പോകത്തില്ലല്ലോ വിതിരയില. എന്താണെന്ന് വെച്ചാൽ ഇവിടെ സമയത്തിനേ ഉള്ളൂ വണ്ടി. ഒരേ സമയങ്ങളുണ്ട്. ആ സമയത്തിനേ ഉള്ളൂ വണ്ടി, എല്ലാ സമയത്തിനും ഇല്ല. പിന്നെ വിതിരയിൽ പോകണമെങ്കിൽ തന്നെ ഓട്ടോ വിളിച്ച് പോകണമെങ്കിൽ 150 രൂപ വേണം. അതുകൊണ്ട് പിന്നെ എന്നും എന്തെങ്കിലും കാര്യത്തിന് പോകുമ്പോഴേ പച്ചക്കറി മേടിക്കത്തുള്ളൂ, അല്ലാതൊന്നും മേടിക്കത്തില്ല. പിന്നെ ഇന്ന് മീൻ വന്നില്ല. മീൻ മേടിക്കാൻ ഇന്ന് മീൻ വന്നില്ല. ഒരു വണ്ടിയും വന്നില്ല ഇന്ന് ഞായറാഴ്ച ആയതുകൊണ്ട്. അതുകൊണ്ട് പിന്നെ കരുവാടയും ചമ്മന്തി രസവും. അത് ഇന്നലത്തെ രസമാണ് കേട്ടോ, ഇന്നത്തെ അല്ല, ഇന്നലത്തെ രസമാണ്. അതൊക്കെ മതി. എന്നും ഇപ്പം മീനും ഇറച്ചിയൊക്കെ തിന്നാനൊക്കെ. പിന്നെ എല്ലാ കൂട്ടുകാരുടെയൊക്കെ വീട്ടിൽ വിഷയിൽ നിന്ന് ഇറച്ചിയൊക്കെ ആയിരിക്കും, ഇറച്ചിയും കപ്പയൊക്കെ ആയിരിക്കും. നമ്മൾ ഇറച്ചി മേടിക്കുവേ, വല്ലപ്പോഴും മേടിക്കത്തുള്ളൂ. എല്ലാ ഞായറാഴ്ചയൊന്നും മേടിക്കാനുള്ള മാർഗ്ഗമൊന്നും ഇല്ല. വല്ലപ്പോഴും മേടിച്ച് കഴിക്കും. അങ്ങനെയൊക്കെയാണ് ഇന്ന് എൻ്റെ കാര്യങ്ങളൊക്കെ, വീട്ടിലെ കാര്യങ്ങളൊക്കെ. പിന്നെന്തോ പറയാൻ, എനിക്ക് മോളില്ലെങ്കിൽ മോളെന്നല്ല, ഇവിടെ വീട്ടിൽ ആരുമില്ലെങ്കിൽ ഒരു വിഷമം. മോളെങ്ങോട്ടെങ്കിലും പോകുമ്പോൾ എനിക്കൊരു വല്ലാത്തൊരു വിഷമം. പിന്നെ ആഹാരമൊന്നും കഴിക്കത്തില്ല. അവൾ വന്നാൽ പിന്നെ ഞാൻ കഴിക്കത്തുള്ളൂ. അത് ചേട്ടനായാലും അതുപോലെ തന്നെ. ചേട്ടൻ എങ്ങോട്ടെങ്കിലും പോയാലും വീട്ടിൽ ആര് പോയാലും അതുപോലെ തന്നെ. വീട്ടിൽ ആരും ഇല്ലെങ്കിൽ പിന്നെ ആഹാരമൊക്കെ കഴിക്കാൻ മടിയാണ്. ഒരു വല്ലാത്തൊരു വിഷമം പോലെ. ആരെങ്കിലും ഉണ്ടെങ്കിൽ നമുക്ക് കഴിക്കാനൊക്കെ തോന്നുവേ. എനിക്ക് അങ്ങനെ ഒരു കാര്യമുണ്ട്. അതൊക്കെ. പിന്നെ എന്തോ പറയാനാ. കൂട്ടുകാരെല്ലാം ചോറൊക്കെ കഴിച്ചോ? ഇന്ന് എല്ലാവർക്കും റെസ്റ്റല്ലേ, ഞായറാഴ്ചയല്ലേ. പിന്നെ എല്ലാം എന്തോ പറയുന്നു, കൂട്ടുകാരുടെ അച്ഛനും അമ്മയൊക്കെ എന്തോ പറയുന്നു. പിന്നെ നിങ്ങളൊക്കെ എപ്പോഴും ചോദിക്കുമായിരിക്കും ഇതൊക്കെ ഉള്ളോ പറയാനെന്ന്. എനിക്കിതൊക്കെ ഉള്ളു പറയാൻ.
പിന്നെ ചില ആൾക്കാർ മെസ്സേജ് ഇട്ടൊക്കെ എല്ലാവരെയും ഒന്നും അല്ല പറയുന്നത്, ചില ആൾക്കാർ പറയും ഇങ്ങനെയൊക്കെ കാണിച്ചാലൊന്നും ലൈക്കും കാര്യങ്ങളൊന്നും കിട്ടത്തില്ല, പിന്നെ വേറെ രീതിയിലൊക്കെ കാണിക്കണം എന്നൊക്കെ പറയും. എനിക്ക് അങ്ങനെ കാണിച്ചുള്ള പൈസയും വേണ്ട, അങ്ങനെ കാണിച്ചുള്ള ലൈക്കും വേണ്ട. എന്താണെന്ന് വെച്ചാൽ ഒരേ പെണ്ണുങ്ങളായാലും ഒരേ രീതിയൊക്കെ കാണിക്കുന്നു, കെട്ട രീതിയിലൊക്കെ കാണിച്ചിടുക, പറഞ്ഞിടുക, അതൊന്നും എനിക്ക് അറിഞ്ഞുകൂടാ കേട്ടോ. എനിക്ക് നല്ല കാര്യങ്ങൾ അറിയാവുന്ന പോലെ ഞാൻ പറഞ്ഞിടുക. എനിക്കറിയാം മറ്റുള്ള രീതിയിലൊന്നും കാണിക്കാനോ പറയാനൊന്നും അറിയത്തില്ല. ചില ആൾക്കാരൊക്കെ മെസ്സേജ് ഇടുന്നതൊക്കെ കേൾക്കണം, നമ്മൾ തിരിച്ചും മെസ്സേജൊന്നും കൊടുക്കത്തില്ല. അതുകൊണ്ട് ആരും എന്നെ കുറ്റമൊന്നും പറയരുത്. ഞാനിത് പറഞ്ഞെന്നും പറഞ്ഞ് ആരും എന്നെ പൊങ്കാലയൊന്നും ഇടല്ലേ. ഞാൻ പറഞ്ഞെന്നേ ഉള്ളൂ എൻ്റെ കാര്യങ്ങളൊക്കെ. പിന്നെ നിങ്ങളുടെ എല്ലാവരുടെയും സപ്പോർട്ട്, കൂട്ടുകാരുടെ എല്ലാവരുടെയും സപ്പോർട്ട് ഉണ്ടെങ്കിൽ എനിക്ക് മുന്നോട്ട് പോകാനൊക്കെ. അത് കൂട്ടുകാരെന്ന് വെച്ചാൽ എല്ലാ ആൾക്കാരും, ഞാൻ പിന്നെ അങ്ങനെയും പറയത്തുള്ളൂ, കൂട്ടുകാരെന്നേ ഞാൻ എപ്പോഴും പറയത്തുള്ളൂ. എല്ലാ ആൾക്കാരോടും പറയാം, എനിക്ക് ലൈക്ക് തരണം, നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ എനിക്ക് മുന്നോട്ട് പോകാനൊക്കത്തുള്ളൂ. ലൈക്കും കമൻറ്റും ഷെയർ ചെയ്യണം, ബെൽബട്ടനെ അമർത്തണം. എനിക്ക് യൂട്യൂബ് ചാനലിനകത്തായാലും ഫേസ്ബുക്കിലായാലും ലൈക്കൊക്കെ തരണം. പിന്നെ ഇൻസ്റ്റാഗ്രാമും ഉണ്ട്, എനിക്കതിൽ തന്നില്ലെങ്കിലും കുഴപ്പമില്ല. ഇതൊക്കെ ഉള്ളൂ എനിക്ക് പറയാൻ. പിന്നെന്താ പറയാൻ, ഇനിയിപ്പം ഇച്ചിരി ചോറ് കഴിക്കണം. എടുത്ത് ഇത് വീഡിയോ പിടിച്ച് കഴിഞ്ഞ് ശകലം ചോറ് കഴിക്കണം. ആഹാരം കഴിക്കാനൊക്കെ മടിയാണ് കേട്ടോ. നേരത്തേന്ന് വെച്ചാൽ എങ്ങനെയാണെന്നറിയാമോ? നേരത്തേന്ന് വെച്ചാൽ എൻ്റെ കുഞ്ഞിലേന്ന് വെച്ചാൽ നിങ്ങൾക്ക് അത് കഥ കേൾക്കണം, അത് കേൾക്കാനുള്ള കഥയാണ്. എൻ്റെ കൊച്ചിലേന്ന് വെച്ചാൽ പള്ളിക്കൂടത്തിൽ പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയത്തിനൊക്കെ കുഞ്ഞുനാളിൽ എനിക്കന്ന് ഭയങ്കര ആഹാരത്തിന് ഭയങ്കര ഉള്ള കാര്യം പറയാം, അലപ്പ് പോലായിരുന്നു ആഹാരത്തിന്. ഉള്ള കാര്യം പറയുന്ന, ഉപ്പും ഇല്ല എരിയില്ലേലും ഞാൻ ചോറ് തന്നാൽ അങ്ങ് വാരി തിന്നും, ഇഷ്ടം പോലെ ആഹാരം കഴിക്കുമായിരുന്നു. എൻ്റെ മൂത്ത ആങ്ങള ചോറ് കഴിക്കുമ്പോഴേ, എൻ്റെ മൂത്ത ആങ്ങളെ ഞങ്ങളെയൊക്കെ നോക്കുന്നതും എടുക്കുന്നതൊക്കെ അച്ഛന് വന്നേരം സ്ഥലത്തില്ലായിരുന്നു. എൻ്റെ മൂത്ത ആങ്ങള ചോറ് കഴിക്കുമ്പോൾ അതിൽ ഒരു പങ്ക് വെച്ചില്ലെങ്കിൽ ഞാൻ കിടന്ന് കരയും, വഴക്കിടും. എൻ്റെ ആങ്ങളെ ചോറ് വെച്ചേക്കും, പകുതി ചോറ് തിന്നതിൻ്റെ ബാക്കി പകുതി ചോറ് വെച്ചേക്കും, അത് കഴിക്കും. ശരിക്കും ആഹാരം കഴിക്കുമായിരുന്നു, ഉപ്പേരിയിലേലും പച്ചച്ചോറ് വാരി തിന്നും. എനിക്ക് ഭയങ്കര ആഹാരം തീറ്റിയായിരുന്നു കുഞ്ഞുനാളിലൊക്കെ, സത്യമുള്ള കാര്യം പറയാം. ഇപ്പം സത്യം പറഞ്ഞാൽ ആഹാരവും വേണ്ട, ഒന്നും വേണ്ട. ഇപ്പം എനിക്ക് ആഹാരം വേണമെന്നൊന്നുമില്ല, സത്യം. തിന്നാനൊന്നും മടിയായി ഇപ്പം. സമയത്തിനൊന്നും ആഹാരം കഴിക്കത്തില്ലേ, തോന്നുമ്പോഴൊക്കെ ആയിരിക്കും ആഹാരമൊക്കെ കഴിക്കുന്നത്. അങ്ങനെയായിരുന്നു ഞാൻ പണ്ടത്തെ ആഹാരം കഴിപ്പൊക്കെ കാണണമായിരുന്നു. പൊടിക്കൊച്ചിലെയൊക്കെ ആഹാരമൊക്കെ കഴിക്കുമ്പോഴേ തീരെ പൊടിയിലൊക്കെ ആഹാരമൊക്കെ പിന്നെ സത്യം പറഞ്ഞാൽ ഉടുപ്പൊക്കെ ഇല്ലാതെ നടക്കും, നിക്കറൊക്കെ ഇട്ടുണ്ട്, വയറുമൊക്കെ ഇങ്ങനെ വീർപ്പിച്ച് കെട്ടി എന്നോട് ഇങ്ങനെ വെച്ചുകൊണ്ട് നടക്കും. എൻ്റെ അമ്മ എല്ലാവരും പറഞ്ഞ് ഞാൻ കേട്ടിട്ടുണ്ട്. അത് എൻ്റെ അറിവായപ്പോഴാണ് ഞാൻ പറഞ്ഞത്. എനിക്ക് എല്ലാവരുടെയും പങ്ക് മേടിച്ച് തിന്നും. എൻ്റെ ആങ്ങളെ ഞാൻ കരയുമല്ല തന്നില്ല, എൻ്റെ ആങ്ങളെ ചോറ് കഴിക്കുമ്പോൾ ഒരു പങ്ക് വെക്കുക. അങ്ങനെയൊക്കെയായിരുന്നു നേരത്തെ കഥകളും കാര്യങ്ങളൊക്കെ. ഇപ്പം ഇതൊന്നും വേണ്ട, ആഹാരവും വേണ്ട, ഒന്നും വേണ്ട. ഇഷ്ടംപോലെ ആഹാരം ഇപ്പോൾ ഒരു പണ്ടൊക്കെ തുണിക്കായാലും ആഹാരത്തിനായാലും ബുദ്ധിമുട്ടും വിഷമങ്ങളും ഒക്കെ അല്ലായിരുന്നു. ഇപ്പം അങ്ങനെയൊന്നുമില്ല, ആഹാരത്തിനായാലും തുണിക്കായാലും എല്ലാവർക്കും ഉണ്ട്. എവിടെ ചെന്നാലും ഒരു നേരത്തെ ആഹാരം മേടിച്ച് കഴിക്കുക, അതുപോലെ ഇപ്പോൾ എല്ലായിടും ഉണ്ട്, പണ്ടത്തെ പോലെ ഒന്നുമല്ല. എന്നൊക്കെ പിന്നെ എന്ന് വെച്ചാൽ അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളാണ്. പിന്നെ എന്താ പറയാൻ, ഇത്രയൊക്കെ ഉള്ളു പറയാൻ. പിന്നെ ചേച്ചി അനിയത്തിയൊക്കെ വിളിക്കുന്നുണ്ട്, പിന്നെ ചേച്ചിയുടെ അനിയത്തിയുടെ മക്കളൊക്കെ വിളിക്കുന്നുണ്ട്, പിന്നെ ആങ്ങളമാരെയൊക്കെ വിളിക്കുന്നുണ്ട്, അവരും വിളിക്കുന്നുണ്ട്. പിന്നെ ഇത്രയേ ഉള്ളു ഇന്ന് പറയാനുള്ള കഥകളൊക്കെ, ഇത്രയേ ഉള്ളു. നമുക്ക് പിന്നെ നാളെ കാണാം. ഇനി എന്തെങ്കിലും കൂടെ പറഞ്ഞിടണം. നിങ്ങളൊക്കെ ഓർക്കുക, ഇവക്ക് ഇതൊക്കെ ഉള്ളോ പറയാനെന്നൊക്കെ. എനിക്കിതൊക്കെ അറിയത്തുള്ളൂ. ഇത് തന്നെ എനിക്ക് അറിയത്തില്ല സത്യം പറഞ്ഞാൽ. എനിക്ക് അത്ര വലിയ കഴിവൊന്നുമില്ല. പിന്നെ അതുപോലുള്ള വലിയ പഠിത്തമോ കാര്യങ്ങളൊന്നുമില്ല, അറിയാവുന്ന പോലെ പറഞ്ഞിടുക. അതാ ഏറ്റവും ഒരു നല്ല കാര്യങ്ങൾ. അല്ലാതെ നമ്മൾ അഴുക്കക്കാര്യങ്ങൾ പറഞ്ഞിടുക, അഴുക്കക്കാര്യങ്ങൾ കാണിച്ചിടുക, അങ്ങനെ അതൊക്കെ എന്തോനാ. നമുക്ക് നാട്ടിലിറങ്ങി നടക്കണ്ടേ, നമുക്ക് ലോകത്തിറങ്ങി നടക്കണ്ടേ അല്ലേ, ആൾക്കാരുടെ മുന്നിൽ നമുക്ക് ഇറങ്ങി നടക്കണ്ടേ. അതുകൊണ്ട് ഇങ്ങനെയൊക്കെ ചെയ്ത് ഇടുന്നത് തന്നെ ഏറ്റവും നല്ലത്. ആരും ഒന്നും വൈരാഗ്യപ്പെടല്ല ഞാനിങ്ങനൊന്നും പറഞ്ഞെന്നും പറഞ്ഞ്. എന്നാൽ ശരി, ടാറ്റാ.